ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ അവൽ വെച്ചിട്ട് ഒരു സ്നാക്സാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇതിനായിട്ട് 2 കപ്പ് അവലെടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് എടുക്കുക കേട്ടോ. അവലിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ തരുതരുന്നതിന് നമ്മുടെ കയ്യിൽ ആവും. അവൽ നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നാളികേരം ചൂടാവണം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ചൂടായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അവലിട്ട് കൊടുക്കുക കേട്ടോ. അവലും തേങ്ങയും കൂടി പൊടിച്ചിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് ഇത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടുപോരുന്ന ഒരു പരുവം ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മട്ട അരിയുടെ അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ലസിങ് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് പാനിൽ നിന്നും ഇത് നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു മോൾഡിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ മോൾഡിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. കണ്ടോ, ഇപ്പോൾ ഇത് അടിയിൽ നെയ്യ് പറ്റിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഇത് വേഗം നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വളരെ ഹെൽത്തി ആയ ഒരു സ്നാക്സും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല എന്താ പറയുക, നല്ലൊരു മണമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.